എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. കാരണം ഇന്നലെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചോറും ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് വാർത്താൽ മതിയായിരുന്നു. പിന്നെ കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടിക്കാനുള്ള ചിയ സീഡിൻ്റെ ഡ്രിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നൊരു തോരൻ വെക്കുന്നുണ്ട്, ചെറുപയറപ്പത്തേന് ഞാൻ ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്കത് കുക്കറിലിട്ട് വെക്കണം. അപ്പോഴത്തേന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം രാവിലെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ചേട്ടന് കഞ്ഞി കുടിക്കണം. പിന്നെ അവന് ബ്രെഡ് ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ട്, അത് ഏതെങ്കിലും അവൻ കഴിച്ചോളും. അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ച്. എന്നും ഉണ്ടാക്കിയാലും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ച് ചെറിയൊരു വീഡിയോ ആണേ. അപ്പോഴത്തേന് മീൻകറി ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ വെച്ച് കാരണം രാവിലത്തേക്കിനാകുമ്പോഴത്തേന് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് മീനെടുത്ത് അതൊക്കെ ഇതായി വരാൻ സമയം എടുക്കും. പിന്നെ എൻ്റെ ട്രൈപോഡാണ് ഒടിഞ്ഞും പോയി. കഴിഞ്ഞ ദിവസം എല്ലാം താഴെ വീണതാണെന്ന് തോന്നുന്നു, പൊട്ടിപ്പോയി. അത് കാരണം വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ വെച്ചാണ് എടുക്കുന്നത്. ഓരോ ദിവസവും ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് വരും. പിന്നെ എന്നാ വെച്ചാൽ നാട്ടിലെ പോലെ ഇവിടെ ഇച്ചിരി വില കൂടുതലാണ് ട്രൈപോഡിനൊക്കെ. അപ്പം നാട്ടിൽ പോകുമ്പോഴത്തേന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചാൽ വെയിറ്റ് കൂടുതലുമാണ്. ഒരു 5-6 മാസം ആയില്ല വാങ്ങിച്ചിട്ട് വരണം. നല്ല വിലയുടെ ആയിരുന്നു. അത് ഒടിച്ച് കളഞ്ഞു. ചേട്ടൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. ഒന്നും നോക്കുകയില്ല, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. ചില സമയത്ത് നമ്മൾ അറിയാതെ ഒന്ന് തട്ടി കൈയൊക്കെ ഇട്ട് ഞാൻ മറിഞ്ഞ് താഴെ പോകുന്നത്. അങ്ങനെ എങ്ങനെയോ ഒടിഞ്ഞതാണെന്ന് തോന്നുന്നു. അത് കാരണം പിന്നെ വലിയ പാടാണ് ഷൂട്ട് ചെയ്യാനൊക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് തരണം. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അതും ഒരു വലിയ ടാസ്ക്കായിപ്പോയി. ഞാൻ പിന്നെ പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ആ ഹാൻഡിൽ ഒടിഞ്ഞു പോയതാണ്. നല്ല കുക്കർ, എനിക്ക് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അതിന് ഹാൻഡിൽ ഇവിടെ തപ്പിയിട്ടിട്ട് കിട്ടിയില്ല. ചെറിയ ഐറ്റംസ് എന്തെങ്കിലും വെക്കണം, നമുക്ക് ചെറിയ കുക്കറല്ല നല്ലത്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിരുന്നതാണ്. എൻ്റെ നിന്ന് തന്നെ താഴെ പോയത്, ഒടിഞ്ഞു പോയതാണ്. എല്ലാം ഞാൻ തന്നെയാണ് കളയുന്നത്. പിന്നെ ഒന്നും മിണ്ടാതെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുവാണ്. പിന്നെ കുറച്ച് പഴക്കമുള്ള കുക്കറാണേ അത്. അതിന് ശേഷം നമ്മൾ പിന്നെ ക്യാബേജ് അരിഞ്ഞെടുക്കാൻ പോവാണ്. ക്യാബേജും ചെറുപയറും കൂടിയാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ എൻ്റെ എനർജി ഡ്രിങ്ക് എടുത്ത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിയ സീഡിൻ്റെ ഇടയ്ക്കൊക്കെ കുടിക്കാറുള്ളൂ, ചില ദിവസങ്ങളിലൊക്കെ തോന്നുവാണെങ്കിൽ കുടിക്കും. അപ്പോൾ എൻ്റെ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നൂറ്റണം. അതിന് ശേഷം ക്യാബേജ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഇട്ട് ചെറുപയറും കൂടി ഇട്ട് തോരൻ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഇന്നലത്തെ മീൻകറിയാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജും അതുപോലെ ചെറുപയറും കൂടെ തോരൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവരുണ്ട് എന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.